കുഴി വീണിട്ട് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. പല്ല് 4 പല്ല് പോയി, മൊത്തം ബ്ലഡ് ആയിരുന്നു, ഫുള്ള് ബ്ലഡ് ആയിരുന്നു. വീണ് നടുപടി ആണ്ട് ഒരു കൊച്ചു രാവിലെ അത് മരിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. നല്ല റോഡായിട്ട് കിടന്നിട്ട് ഇപ്പൊ അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ഈ വാട്ടർ അതോറിറ്റിക്കാർ ഇതെല്ലാം ഇവിടെ എല്ലാം നോക്ക്, ഇവിടുന്ന് അവിടെ വരെ കുഴിച്ചിട്ടേക്കുക. ഞങ്ങൾ ഇത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നിങ്ങളത് കാണിച്ചു എന്ന രീതിയിലുള്ള ഒരു വെല്ലുവിളി പോലെ അവർ ചെയ്ത് കൂടിയേക്കുന്നു. പത്തനംതിട്ട റാന്നിയിലെ ഒരു പ്രധാനപ്പെട്ട റോഡിലാണ് ഞാൻ നിൽക്കുന്നത്. റാന്നി ബംഗ്ലാങ്കടവ് റോഡ്. ഈ റോഡ് കാലങ്ങളായി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. ഇന്ന് രാവിലെ സ്കൂട്ടർ യാത്രക്കാരി റോഡിലെ ഗട്ടറിൽ വീണ് അവരുടെ 4 പല്ലുകൾ നഷ്ടപ്പെട്ട ഒരവസ്ഥയുണ്ടായി. ആദ്യം റാന്നി താലൂക്ക് ആശുപത്രിയിൽ ആ യുവതിയെ പ്രവേശിപ്പിച്ചു, സ്കൂട്ടർ യാത്രക്കാരിയെ പ്രവേശിപ്പിച്ചു. പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കാലങ്ങളായി ഇവിടെയുള്ള ആളുകളുടെ ഒരു ആവശ്യമാണ് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നുള്ളത്. പലയിടങ്ങളിലും ഇപ്പോൾ ഈ കാണുന്ന ഗട്ടർ ഉള്ളതുപോലെ റോഡിൻ്റെ പല ഭാഗങ്ങളിലും ഗട്ടറുകളാണ്. ഇത് വാട്ടർ അതോറിറ്റി പൈപ്പ് ഇടുന്നതിൻ്റെ ഭാഗമായി പലയിടങ്ങളിലും റോഡിന് കുറുകെ വെട്ടിപ്പൊളിച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളാണ് ഇപ്പോൾ താറുമാറായി കിടക്കുന്നത്. നാട്ടുകാർ സുരക്ഷയുടെ ഭാഗമായി പലയിടങ്ങളിലും കമ്പും കൊടിയുമൊക്കെ നാട്ടിവെച്ചിട്ടുണ്ട്, അപായ സൂചന നൽകുന്നതിനായി. ഇന്നിപ്പോൾ രാവിലെ സ്കൂട്ടർ യാത്രക്കാരിയാണ് ഗട്ടറിൽ വീണത്. എന്താ സംഭവിച്ചേ? ഇന്ന് രാവിലെ ഒരു പെൺകുട്ടി ജോലിക്ക് പോയായിരുന്നു. അപ്പോൾ ഇതുപോലെ ഒരു 10-16 ഇടത്ത് ഈ കുഴി ഉണ്ട്, ഇതേ സെയിം രീതിയിലുള്ള കുഴികളുണ്ട്. ആ പെൺകുട്ടി ആ കുഴി വീണിട്ട് ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഒരു 4ഓളം പല്ല് ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇതൊരു 1.5 വർഷമായി ഈ റോഡ് ഈ അവസ്ഥയിൽ തന്നെ തുടരുക. ഇതൊരു പൊതുജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിയിലാണ് അധികാരികളുടെ അതിപ്പം ആരെ നമ്മൾ വ്യക്തിപരമായിട്ട് നമുക്ക് ഒരു പ്രതിസ്ഥാനത്തേക്ക് ആക്കാൻ പറ്റത്തില്ല. പല വാഹനങ്ങളും ഈ ഗട്ടറിൽ കുടുങ്ങുകയും നിങ്ങൾ തന്നെ തള്ളി മാറ്റി ഗട്ടറിൽ നിന്ന് കയറ്റേണ്ട അവസ്ഥയാണ്. അതെ, 4-5 വാഹനങ്ങൾ ഈ കുഴി പെട്ടിട്ട് ആൾക്കാർ കയറ്റി വിടുമായിരുന്നു. ഈ എല്ലാ വാഹനങ്ങളും വരുന്ന ഈ റോഡിൽ ഈ കുഴിക്കകത്ത് കുടുങ്ങിയതിന് ശേഷമാണ് നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് കയറി പോകുന്നത്. പ്രതികരണശേഷി ജനങ്ങളുടെ ഒരുമാതിരി നഷ്ടപ്പെട്ട ഒരവസ്ഥയാണിപ്പോൾ. റാന്നി സെന്റ് തോമസ് കോളേജിലേക്കുള്ള പ്രധാനപ്പെട്ട പാത കൂടിയാണത് അല്ലേ? അതെ, പ്രധാനപ്പെട്ട പാതയാണ്. പക്ഷേ ഒരു 3 വർഷക്കാലത്തോളമായി ഈ റോഡ് ഈ ഒരു അവസ്ഥയിലാണ്. അതായത് ബംഗ്ലാങ്കടവ് പാലം നവീകരിക്കുന്ന പറഞ്ഞുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ റീടാറിങ് പോലും നടത്താതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഇത് ഈ റോഡ് ഇപ്പൊ ഇന്നലെ രാവിലെ ഇത് PWD തിരക്കിപ്പോൾ അവർ പറഞ്ഞു വാട്ടർ അതോറിറ്റിയാണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. ഈ കുഴി അവർക്ക് സാമാന്യ മര്യാദ ഉണ്ടായിരുന്നെങ്കിൽ കുഴി നോർമലി കുഴി മക്കൊക്കെ ഇട്ട് ഒന്ന് ലെവലാക്കിയായിരുന്നെങ്കിൽ 2 വീലർകാർക്ക് സഞ്ചാരയോഗ്യമാക്കി കൊടുക്കാമായിരുന്നു. ഇതൊന്നും ചെയ്യുന്നില്ല. ഞങ്ങൾ ഇത് ചെയ്യും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ നിങ്ങളത് കാണിച്ചു എന്ന രീതിയിലുള്ള ഒരു വെല്ലുവിളി പോലെ അവർ ചെയ്ത് കൂടിയേക്കുന്നത്. എല്ലാവർക്കും പറയാൻ കാരണം വീണ് നടുപടി ആണ്ട് ഒരു കൊച്ചു രാവിലെ അത് മരിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഈ റോഡ് മാത്രം ഉപയോഗിക്കുന്ന ഇപ്പോൾ വരുന്ന ആനന്ദത്തേക്കുള്ള ഒരു 4 കിലോമീറ്റർ ചുറ്റിയാണ് വരുന്നത്. അപ്പോൾ അതൊന്ന്. പിന്നെ വണ്ടികൾക്ക് പണി കഴിഞ്ഞ ആഴ്ച 12,000 രൂപ ഞാൻ വണ്ടിക്ക് സസ്പെൻഷൻ മുടക്കിയത്. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഒരു പുതിയ വണ്ടി ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ അഡ്വാൻസ് ആയിട്ട് 30 വർഷത്തേക്ക് നമ്മൾ അടയ്ക്കുന്നത്. എന്തോ റോഡാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. താഴെ വരെ മൊത്തം വെട്ടിക്കൊളിച്ചാണ് വെക്കുന്നത്. ഞങ്ങൾ എങ്ങോട്ടാ പോകണ്ടേ? നിങ്ങൾ നോക്ക്, മൊത്തം വെട്ടി കൊഴിഞ്ഞ്. രാത്രി ആരെ കാണിക്കാൻ വേണ്ടി വെട്ടിക്കൊഴിക്കുന്നത്? രാത്രിയാണ് ഇത് വെട്ടിപ്പൊളിക്കുന്നത്. ഇത് നല്ല റോഡായിട്ട് കിടന്നിട്ട് ഇപ്പൊ അവർ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ ഈ വാട്ടർ അതോറിറ്റിക്കാർ ഇതെല്ലാം ഇവിടെ എല്ലാം നോക്ക്, ഇവിടുന്ന് അവിടെ വരെ കുഴിച്ചിട്ടേക്കുക. ഒരു കൊച്ചു പിള്ളേർക്ക് പോലും പാമ്പിക്കാത്ത സ്ഥിതിയായി. അയ്യപ്പൻ സീസണാണ് വരുന്നത്. ഈ സീസൺ സമയത്ത് ഈ റോഡ് ഇങ്ങനെ കടന്നാൽ ഒറ്റ ഏറ്റവും എളുപ്പമുള്ള റോഡായത്. വടശ്ശേരിക്കാർ ബംഗ്ലാങ്കടവ് എന്ന് കയറേണ്ടതാണ്. ആ റോഡാണ് ഈ കാണിച്ചു വച്ചേക്കുന്നത്. ആ സമയത്ത് ഏറ്റവും എളുപ്പമായിട്ടും ചെല്ലാവുന്ന അയ്യപ്പന്മാർക്ക് വിടുന്നത്. ഈ റോഡിൽ ഇപ്പോൾ ഒരു നാ പോലും ഇവിടെ വരത്തില്ല. അങ്ങനെ ആയിപ്പോയി ഇത്. ഓട്ടോക്കാർ എൻ്റെ വീട് ഇവിടെ അടുത്ത ഒരു ഓട്ടോ എൻ്റെ വൈഫോ എൻ്റെ കുഞ്ഞുങ്ങളോ വിളിച്ചാൽ വരാൻ മടിയാ. അവർക്ക് അവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവരിനി ഇങ്ങനെ കറങ്ങി കോളേജ് താടം കയറി പറഞ്ഞു. ഇപ്പം വേണ്ട കോളേജ് റോഡ് പഞ്ചായത്തുകാർ കാണിച്ചു വെച്ചേക്കുന്നത്. ഇപ്പം വേണ്ട ഇങ്ങനെ പൊട്ടിച്ചേക്കുക, കോൺക്രീറ്റ് റോഡാണ്. ഇപ്പം പൈപ്പ് ഇടുമെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ അവിടെ ബഹളം ഉണ്ടാക്കി, ഇവിടെ നിർത്താൻ പറഞ്ഞു. മെമ്പർ പറഞ്ഞു ഇപ്പം നാളെ തന്നെ ഇട്ട് എല്ലാം റെഡിയാക്കാം. അതുകൊണ്ടാണ് കുത്തിപ്പൊളിച്ച് അവിടെ ഇട്ടേക്കുന്നത്. നിങ്ങളിപ്പം വേറെ കണ്ടേ ഇപ്പം ചെയ്യുന്നുണ്ടല്ലോ, ഇത് ആർക്ക് വേണ്ട ഈ സാധനം ഇപ്പം കുത്തി പിടിക്കുന്നത്? ഒന്നത് നിങ്ങൾ വേറെ നിങ്ങൾ ഏതായാലും ഈ കാണിക്കുന്നില്ല തൊണ്ടാതോ അത് ഇപ്പം വേറെ കണ്ട 1, 2, 3, 4, 7 എണ്ണമായി ഇവർ ഈ സാധനം ഉണ്ട്. ആർക്ക് വേണ്ടി? രാവിലെ ഒരു പെങ്കുച്ച് അവിടെ വീണു. 4 ഞാൻ പിടിച്ച് എടുത്ത് വണ്ടിയെ കയറ്റി വിടുന്നത് ഞാനായിരുന്നു. കോട്ടയം മെഡിക്കൽ പല്ല് 4 പല്ല് പോയി,
അത് മൊത്തം ബ്ലഡായിരുന്നു, ഫുള്ള് ബ്ലഡായിരുന്നു. ആ വണ്ടി ഞാൻ എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കുഴിയിൽ ആവശ്യങ്ങൾ ഇത് എത്രയും വേഗം ഇത് സഞ്ചാരയോഗ്യമാക്കി ജനങ്ങൾക്ക് കൊടുക്കണം. അതാണ് ഞങ്ങൾക്കിപ്പോൾ ആവശ്യമുള്ളത്. അതാണ് പറയാനുള്ളത്. അതാണ് ഇതാണ് ഈ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. അതായത് റോഡിൽ വീണ് സ്കൂട്ടർ യാത്രക്കാരിക്ക് ഉൾപ്പെടെ പരിക്ക് പറ്റുന്നു. വാഹനങ്ങൾ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന ഗട്ടറിൽ താഴ്ന്നു പോകുന്നു. അത് പിന്നീട് നാട്ടുകാരുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് ആ ഗട്ടറിൽ നിന്നും വാഹനങ്ങൾ കരയ്ക്ക് കയറ്റുന്നത്. ഈ റാന്നി ബംഗ്ലാങ്കടവ് റോഡ് അതിൻ്റെ ശോചനീയ അവസ്ഥ എത്രയും പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.